പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമാൻ മാത്യു കുഴൽനാടൻ വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തൽ നടത്തിയതായി മാത്യു കുഴൽനാടൻ അവകാശപ്പെടുന്നു. നമ്മൾ കേട്ട ശബ്ദവും ഇപ്പോഴത്തെ കേരളത്തിലെ പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു വൈദ്യുതി മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ K. കൃഷ്ണൻകുട്ടിയുടെ ശബ്ദത്തിലാണ് ഓഡിയോ നമ്മൾ കേട്ടത്. ആ ഓഡിയോ AI ആണെന്നൊക്കെ പറഞ്ഞ് K. കൃഷ്ണൻകുട്ടി അതിനെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പച്ചക്കള്ളമാണെന്നും പൊട്ടതെറ്റാണെന്നും അയാളുടെ ശരീരഭാഷ നോക്കിയാലും അയാളുടെ സംഭാഷണ രീതി നോക്കിയാലും ഒക്കെ നമ്മൾ മനസ്സിലാകും അയാൾ കള്ളമാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, ആ ഓഡിയോയിൽ എന്താ പറയുന്നത്? ആ ഓഡിയോയിൽ പറയുന്നത് അതീവ ഗുരുതരവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള വെളിപ്പെടുത്തലാണ്. ആ ഓഡിയോ യഥാർത്ഥത്തിൽ കൃഷ്ണൻകുട്ടി ഏതോ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ജോഷി എന്നൊരാൾ, അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയിലെ സീനിയർ നേതാവും കൃഷ്ണൻകുട്ടി ഇത് പറഞ്ഞ സമയത്ത് എനിക്കൊന്ന് ജലസേചന മന്ത്രിയുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസമായിട്ടുള്ള മാത്യു ടി തോമസിനെ കൂടെ ചേർത്തിട്ടാണ്. മാത്യു ടി തോമസ് ഇപ്പോൾ തിരുവല്ലയിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുപ്പിന് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാത്യു ടി തോമസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ശ്രീമാൻ K. കൃഷ്ണൻകുട്ടി ഈ അതീവ ഗുരുതരമായിട്ടുള്ള ഈ ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ് ആരോപണം? ആരോപണത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിൽ 2018 വലിയൊരു പ്രളയമുണ്ടായി. ആ പ്രളയത്തിൻ്റെ പ്രത്യാഘാതം 10 മടങ്ങ് വർദ്ധിക്കാൻ കാരണം അന്ന് ഡാമുകൾ തുറന്നു വിട്ടതിലുണ്ടായിട്ടുള്ള മിസ്മാനേജ്മെൻ്റാണ് എന്നുള്ള വാദം അന്ന് തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, പ്രളയം ഉണ്ടായതിനുള്ള കാരണം എന്ന് പറയുന്നത് മഴ കൂടുതൽ ലഭിച്ചാണ്. 42% മഴ കൂടുതൽ ലഭിച്ചു. പക്ഷേ മഴ കൂടുതൽ ലഭിച്ച സമയത്ത് കേരളത്തിലെ പല ഡാമുകളും അശാസ്ത്രീയമായി തുറന്നു വിട്ടത് മൂലം അന്ന് മരണസംഖ്യ വല്ലാതെ വർദ്ധിച്ചു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അത് പിന്നീട് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയിൽ ആ വിഷയം ഉന്നയിച്ചു. ഹൈക്കോടതി ഒരു അമിക്കസ് ക്യൂറിയെ വെച്ചു. അമിക്കസ് ക്യൂറിയും ഈ ഡാം തുറന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിസ്മാനേജ്മെൻറ്റ്, ഈ പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരണസംഖ്യ വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിച്ചു എന്ന് അമിക്കസ് ക്യൂറിയും അന്ന് കണ്ടുപിടിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ അന്ന് പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡാമുകൾ വന്നിട്ടുള്ള അശാസ്ത്രീയത അല്ലെങ്കിൽ മിസ്മാനേജ്മെൻറ്റ് അത് ആകസ്മികം അല്ലെങ്കിൽ ഇൻഅഡ്വർട്ടൻ്റ് ആയിരുന്നില്ല എന്നും അത് പലതരത്തിൽ കൊടിയ അഴിമതി നടത്തുന്നതിന് വേണ്ടി ആണ് ഈ ഡാം തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിസ്മാനേജ്മെൻറ്റ് ഉണ്ടായത് എന്നുമുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണം K. കൃഷ്ണൻകുട്ടി എന്ന ഇപ്പോഴും മന്ത്രിയായിരിക്കുന്ന ആ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള മാത്യു ടി തോമസിന് കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്. ഒന്ന്, തോട്ടപ്പള്ളി സ്പിൽവേ 1 മാസം തുറക്കാൻ വേണ്ടിയിട്ട് താമസിച്ചു. ആ താമസിപ്പിച്ചത് മനഃപൂർവ്വം അവിടെ ഉണ്ടായിരുന്ന മണ്ണിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടായിരുന്നെന്നും അത് തുറക്കാൻ താമസിച്ചൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രളയം വരുന്നതിന് മുമ്പ് തുറക്കാത്തതുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അത് 62 രൂപ എങ്ങാണ്ടാണ് സ്ക്വയർ ഫീറ്റ് മണ്ണിനുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഈ തുറക്കാൻ താമസിച്ചൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 300 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നുള്ളതാണ് ആദ്യത്തെ വാദം. 2, മണിയാർ എന്ന് പറഞ്ഞൊരു ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാടിനെ സഹായിക്കാൻ നടത്തിയ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് ഒരു 8 കോടി രൂപ ഉണ്ടാക്കിയെന്നും അവിടെ എന്തോ വെള്ളം കെട്ടി നിർത്തി താമസിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാലക്കുടി പുഴയിൽ പ്രളയത്തിൻ്റെ പ്രത്യാഘാതം കൂടുതലാവാൻ അത് ഇടയാക്കിയെന്നുമാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, പറമ്പിക്കുളം തൂണക്കടവ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട്ടിൽ എന്തോ 200 കോടി രൂപയുടെ പണി അവിടെ നടക്കുന്നുണ്ടായിരുന്നുവെന്നും ആ വെള്ളമെല്ലാം തമിഴ്നാട്ടിലേക്ക് തുറന്നു വിട്ടാൽ ആ 200 കോടി രൂപയുടെ പണി അവിടെ തടസ്സപ്പെടുമെന്നുള്ളത് കൊണ്ട് ആ 200 കോടി രൂപ പണി നടത്തുന്ന കരാറുകാരിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് ആ വെള്ളമെല്ലാം കേരളത്തിലേക്ക് തുറന്നു വിട്ടുവെന്നും അത് തുറന്നു വിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളപ്പൊക്കം കൂടുതൽ കേരളത്തിൽ ഉണ്ടായെന്നും അത് കേരളത്തിൽ കൂടുതൽ മരണസംഖ്യയ്ക്ക് ഇടയാക്കിയെന്നുമൊക്കെയുള്ള അതീവ ഗുരുതരമായിട്ടുള്ള 3 ആരോപണങ്ങളാണ് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഇപ്പോഴും വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന ആ സീനിയർ നേതാവ് പറഞ്ഞതായിട്ടുള്ള ഓഡിയോ സംഭാഷണം മാത്യു കുഴൽനാടൻ പുറത്ത് വിട്ടിരിക്കുന്നത്.
സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് ഉയർത്തിരിഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ വിഷയം? 2018 മഹാപ്രളയം ഉണ്ടായ സമയത്ത് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അശാസ്ത്രീയമായി ഡാമുകൾ തുറന്നു വിട്ടത് കൊടിയ അഴിമതിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ ഈ സംഭാഷണത്തിലൂടെ പുറത്തു വരുന്നത്. അപ്പം നമ്മളിതുവരെ ഡാമിൻ്റെ മിസ്മാനേജ്മെൻ്റ് എന്നാണ് നമ്മൾ കേട്ടിരുന്നത്. അത് കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാക്കിയെന്നും കൂടുതൽ മരണസംഖ്യ ഉണ്ടാക്കിയെന്നും. പക്ഷേ അശാസ്ത്രീയമായി ഡാമുകൾ തുറന്നു വിട്ടത് കൊടിയ അഴിമതി നടത്തുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള വാദമാണ് ശ്രീമാൻ കൃഷ്ണൻകുട്ടി ഇന്ന് ഉയർത്തിയിരിക്കുന്നത്. അത് തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേരി മാത എന്ന് പറഞ്ഞൊരു കരാറുകാരൻ എന്തുകൊണ്ട് 300 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെ പ്രളയകാലത്ത് ഡാമുകൾ തുറന്നുവിട്ട് അതിലൂടെ വലിയ അഴിമതി നടത്തുന്ന പ്രവർത്തനത്തിൽ മാത്യു ടി തോമസ് എന്ന് പറയുന്ന മുൻ മന്ത്രിയും ഇപ്പോഴത്തെ LDFിൻ്റെ തിരുവല്ലയിലെ സ്ഥാനാർത്ഥിക്കും വലിയ പങ്കുണ്ടായിരുന്നുവെന്നും അവരൊരുമിച്ചിരുന്ന് ചർച്ച ചെയ്താണ് ഇത് തീരുമാനിച്ചതെന്നും പ്രത്യേകിച്ച് തോട്ടപ്പള്ളിയുടെ കാര്യത്തിൽ തീരുമാനിച്ചതെന്നും പറയുന്നത് ആരാ? കെ കൃഷ്ണൻകുട്ടി. ആരാണ് കെ കൃഷ്ണൻകുട്ടി? കൃഷ്ണൻകുട്ടി മന്ത്രിയാണ്. കൃഷ്ണൻകുട്ടി ദീർഘകാലമായി MLA ആയിരുന്നു. ആ കൃഷ്ണൻകുട്ടി പറയുന്നത് ആരെക്കുറിച്ചിട്ടാണ്? കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയിലെ മറ്റൊരു സീനിയർ നേതാവായിട്ടുള്ള മാത്യു ടി തോമസിനെ കുറിച്ചിട്ടാണ്. ആ സമയത്ത് ഇവർ തമ്മിൽ ഒരു മന്ത്രി സ്ഥാനം സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. മാത്യു ടി തോമസ് മന്ത്രിസ്ഥാനത്തിൽ നിന്ന് മാറാതിരിക്കുകയും കൃഷ്ണൻകുട്ടി ആ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന 2018 ഈ സംഭാഷണം നടക്കുന്നത്. അത് കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിക്കാരനുമായിട്ട് നടത്തിയ സംഭാഷണമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ എത്ര അതീവ ഗുരുതരമാണ് ഈ വിഷയം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിതുവരെ മനസ്സിലാക്കിയിരുന്നത് അശാസ്ത്രീയമായി ഡാം തുറന്നു, അല്ലെങ്കിൽ ഡാം തുറക്കുന്ന കാര്യത്തിൽ ഒരു മിസ്മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ മിസ്മാനേജ്മെൻറ്റ് യഥാർത്ഥത്തിൽ അന്ന് മഹാപ്രളയവുമായി ബന്ധപ്പെട്ട് മരണസംഖ്യ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഇതാണ് നമ്മളിതുവരെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ മഹാപ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡാമുകൾ മിസ്മാനേജ് ചെയ്തതിന് പുറകിൽ കൊടിയ അഴിമതി ഉണ്ടായിരുന്നു എന്നാണ്. ശതകോടികളുടെ അഴിമതി ഉണ്ടായിരുന്നു എന്നാണ്. അതിലൊരു അഴിമതിയിൽ മാത്രം 300 കോടി രൂപ ഇൻവോൾവ് ആണെന്ന് ആരാണ് പറയുന്നത്? UDFകാരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രത്യേക താല്പര്യമുള്ള ആളല്ല. LDFിൻ്റെ തന്നെ ഒരു മുൻ മന്ത്രിയല്ല, ഇപ്പോഴത്തെ മന്ത്രിയാണ് പറയുന്നത്. LDFിൻ്റെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവാണ് പറയുന്നത്. വൈദ്യുതി മന്ത്രിയാണ് പറയുന്നത് ആരെക്കുറിച്ചിട്ടാണ്? മാത്യു ടി തോമസിനെ കുറിച്ചിട്ടാണ്. മാത്യു ടി തോമസ് പ്രതിപക്ഷത്തെ UDFിൻ്റെയോ വല്ല MLA ആണോ? അല്ലല്ലോ. മാത്യു ടി തോമസ് ഒരു ഭരണകക്ഷി MLA ആണ്. ആ ഭരണകക്ഷി MLAയുടെ സാന്നിധ്യത്തിലാണ് ഈ ഡാമുകൾ ഇങ്ങനെ തെറ്റായ രീതിയിൽ തുറന്ന് അതുമായി ബന്ധപ്പെട്ട് 300 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നത് എന്ന് കൃഷ്ണൻകുട്ടി പറയുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? മഹാപ്രളയത്തിൻ്റെ മറവിൽ പോലും ഡാമുകൾ അനവസരത്തിൽ തുറക്കുന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നല്ലേ ഇപ്പോൾ ഇതിനകത്ത് പുറത്തു വരുന്നത്, അല്ലേ? അപ്പം പ്രളയത്തിൻ്റെ മറവിൽ പോലും ഡാമുകൾ അശാസ്ത്രീയമായി തുറന്ന് അതിൻ്റെ മറവിൽ ശതകോടികളുടെ അഴിമതി നടത്തുകയായിരുന്നുവെന്ന് ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഒരു സീനിയർ മന്ത്രി തന്നെ പറയുന്നു. അതാരെക്കുറിച്ച് പറയുന്നു? അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ വേറൊരു സീനിയർ നേതാവുമായി ഇതിനെക്കുറിച്ചിട്ട്. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ മഹാപ്രളയം വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളീയരെ മുഴുവൻ ചേർത്ത് നിർത്തിയെന്നും കേറിവാടാ മക്കളെ എന്നൊക്കെ പറഞ്ഞുവെന്നും പറഞ്ഞ് മഹാപ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ മലയാളികളെല്ലാം ചേർത്തു പിടിച്ച നേതാവായിരുന്നു പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പ്രധാന മുദ്രാവാക്യമായിട്ട് കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു വന്നത്. കോവിഡിൻ്റെയും കിറ്റിൻ്റെയും കാര്യം മാത്രമല്ല, മഹാപ്രളയത്തിൽ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പോലും മഹാപ്രളയത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾ സംബന്ധിച്ചുള്ള വീഡിയോകൾ ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത് മഹാപ്രളയത്തിൻ്റെ മറവിൽ അശാസ്ത്രീയമായി ഡാമുകൾ തുറന്നുവിട്ട് ശതകോടികളുടെ അഴിമതി നടത്തി
പണമുണ്ടാക്കുകയായിരുന്നുവെന്ന് ഒരു ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട മന്ത്രി തന്നെ, ആ ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട മറ്റൊരു നേതാവിനും മുൻമന്ത്രിയുമായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള മാത്യു ടി തോമസിനെ ബന്ധപ്പെടുത്തി പറയുന്ന അതിഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോവിഡിൻ്റെ മറവിൽ ഈ എന്താണ് ഈ മാസ്ക് ഇതിൻ്റെയൊക്കെ പേരിൽ അഴിമടത്തിയതിനെ കുറിച്ച് നമ്മൾ കേട്ടു. കെ ശൈലജ കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? പ്രളയത്തിൻ്റെ മറവിലും ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരും നേതാക്കന്മാരും കോടികളുടെ അഴിമതി പണം ഉണ്ടാക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് AI ആണെന്നും പറഞ്ഞൊന്നും കൃഷ്ണൻകുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഇത് അവർ തമ്മിലുള്ളൊരു മന്ത്രിസ്ഥാനത്തിൻ്റെ തർക്കത്തിൻ്റെ സമയത്ത് വന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ്. അതിൽ കൃഷ്ണൻകുട്ടി വളരെ കൃത്യമായി മാത്യു ടി തോമസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. മാത്യു ടി തോമസ് പിന്നീട് മന്ത്രിസ്ഥാനത്ത് മാറിയത് നമ്മൾ കണ്ടു. ആ സ്ഥാനത്തേക്ക് കൃഷ്ണൻകുട്ടി വന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ തന്നെ ഇതിനകത്ത് നടന്ന അഴിമതി കൃഷ്ണൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുമോ എന്നുള്ള ഭയം കൊണ്ടാണോ ആ മന്ത്രിമാറ്റം അവിടെ ഉണ്ടായത് എന്ന് നമുക്ക് എങ്ങനെ പറയാം? മന്ത്രിമാറ്റം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അതിനകത്ത് വല്ല തെറ്റുമുണ്ടോ സുഹൃത്തുക്കളെ? അപ്പോൾ കോവിഡിൻ്റെയും കിറ്റിൻ്റെയും മറവിൽ ശതകോടികളുടെ അഴിമതി നടത്തിയവർ ഇപ്പോൾ പ്രളയത്തിൻ്റെ മറവിലും ശതകോടികളുടെ അഴിമതി നടത്തി എന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. ഈ 3 ഡീലുകളുടെ ഭാഗമായി വെള്ളം കേരളത്തിലേക്ക് തുറന്നു വിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര പേരുടെ മരണമുണ്ടായി എന്ന് ആർക്ക് പറയാൻ പറ്റും സുഹൃത്തുക്കളെ? അപ്പോൾ ഇതൊന്നും ചെയ്യാൻ മടിയില്ലാത്ത നരാധമന്മാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രളയത്തിൻ്റെ കാലത്ത് അനവസരത്തിൽ ഡാം തുറന്നുവിട്ട് ശതകോടികളുടെ അഴിമതി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പ്രതിപക്ഷവും അവിടുത്തെ MLA-മാരുമല്ല, സംസ്ഥാനത്തെ ഇടതുപക്ഷത്തെ സീനിയർ നേതാവും വൈദ്യുതി മന്ത്രിയുമായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടിയാണെന്ന് നമ്മൾ ഓർക്കണം. അയാൾ അഴിമതി ആരോപണം ഉന്നയിച്ചത് ഇടതുപക്ഷത്ത് തന്നെ വേറൊരു നേതാവായിട്ടുള്ള മാത്യു ടി തോമസിനെതിരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവരെല്ലാവരെയും അധികാരത്തിൽ നിന്ന് തൂത്തെറിയാനുള്ള ഒരു അസുലഭ അവസരമാണ് നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാം തൂത്തെറിയുകയും അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ് ഇത്തരത്തിലുള്ള കൊടിയ അഴിമതികൾ സുതാര്യമായി അന്വേഷിച്ച് ഈ അഴിമതികൾക്ക് ഉത്തരവാദികളായിട്ടുള്ളവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്.